ഞാൻ എന്നൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ്, ഇത്തിരി കൗതുകമുണ്ട്. എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയ സമയത്ത് അമ്മാവൻ്റെ മക്കൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കുറച്ച് ഗോതമ്പ് തെങ്ങിൻ്റെ താഴെ ഒന്ന് പാകിയിട്ട് മുളച്ച് നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ എനിക്കും തോന്നി അത് നമ്മുടെ അവിടെ കൊണ്ട് നട്ടാൽ വളരുമെന്ന് അറിയാൻ വെച്ചിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് അവിടെ നിന്ന് പുഴക്കിയെടുത്തു. നാളെ നമുക്ക് നടാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് മണ്ണോടുകൂടിയാട്ടോ പുഴക്കിയെടുത്തത്. ഒരു ട്രയലാക്കി എന്നിട്ട് ഞാൻ ചെയ്യാൻ പോണത് വീടിൻ്റെ മുറ്റത്ത് കിടന്നുണ്ടായിരുന്ന ഒരു പാത്തിയിൽ വെള്ളമൊക്കെ ഒഴുകി പോകാൻ വെക്കുന്ന പാത്തി ഉണ്ടല്ലോ, അതിന് ടെറസിൽ കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ പാത്തി ടെറസിൽ കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് മണ്ണൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാത്തിയുടെ 2 സൈഡ് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് അടച്ച് ക്ലിയർ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ താഴെ വെച്ച് കഴിഞ്ഞാൽ കോഴി കൊത്തുമല്ലോ നമ്മുടെ ചെടികളെ, അപ്പോൾ അതുകൊണ്ടാണ് ടെറസിലേക്ക് ആക്കിയത്. നേരത്തെ തൊഴുത്തിൻ്റെ അടുത്ത് നേരത്തെ മണ്ണെല്ലാം കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലും മണ്ണൊന്നും ഒഴുകി പോകാതിരിക്കുക 2 സൈഡിലും ഓരോ ചെങ്കല്ലും വെച്ച് കൊടുക്കുന്നുണ്ട്. ആ മണ്ണ് ഫില്ല് ചെയ്ത ശേഷം അതൊക്കെ വെള്ളമൊക്കെ നനച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇന്നലെ കൊണ്ടുവന്ന ഗോതമ്പിൻ്റെ ചെടികൾ ഞാറ് രൂപത്തിൽ വെക്കുകയാണ്. സിക്സാഗ് ആയിട്ടാണ് കേട്ടോ വെക്കുന്നത്, സ്ട്രൈറ്റ് വെക്കാണ്ട് സിക്സാഗ് ആയിട്ടാണ് വെക്കുന്നത്. ഉണ്ടാവുമെന്ന് അറിയില്ല, ഏതായാലും നമുക്ക് നോക്കുക. എല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ് വീഡിയോസ് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മട്ടുപ്പാവിൽ ഗോതമ്പ് വിളയുമോ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. ഇതാണ് കേട്ടോ ഇന്നത്തെ കാഴ്ച. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.